നമസ്കാരം. ഇപ്പൊ മനസ്സിലായില്ലേ സഖാക്കൾ ഒരു വാക്ക് പറഞ്ഞ അത് ഓക്കെ ആണെന്ന്? തോറ്റ് തുന്നം പാടി കിടന്ന് അപ്പോഴേ പറഞ്ഞില്ലേ ഞങ്ങൾ ആവശ്യമായ തിരുത്തലുകൾ വരുത്തും, തിരുത്തുമെന്ന്. അപ്പൊ ആദ്യ തിരുത്ത് തന്നെ അതിവിശേഷമായിട്ടുണ്ട്. പാരഡി ഗാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് വർഷാവർഷങ്ങളായിട്ട് കാലാകാലങ്ങളായിട്ട് ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ ഇലക്ഷന് പ്രചാരണം നടത്തുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു പാരഡി ഗാനം അതിൻ്റെ ലക്ഷ്യം കണ്ടപ്പോൾ പെട്ടെന്ന് ഇവിടെ കൊണ്ടു. അതിൻ്റെ വരി അത് എഴുതിയ ആൾക്കും അത് പാടിയ ആൾക്കും എന്തിന്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അത് എഴുതാൻ സഹായിച്ച മഷിക്ക് പോലും ഇപ്പോൾ പ്രശ്നമായിരിക്കുകയാണ്. എല്ലാത്തിനെയും കൂടോടെ പിടിച്ച് അകത്തിടാനുള്ള ഒരു വ്യഗ്രതയിലാണ്. അപ്പോൾ കൊള്ളാം, നല്ല രീതിയിലുള്ള തിരുത്തലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇമാതിരിയുള്ള തിരുത്തലുകൾ ഇനിയും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. എങ്കിൽ മാത്രമേ ഇപ്പോൾ കിട്ടിയതിനേക്കാൾ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിന് നിങ്ങൾക്ക് വിജയം കൊയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പോറ്റിയെ കേറ്റിയെ എന്ന് തുടങ്ങുന്ന അർത്ഥവത്തായിട്ടുള്ള വരികൾ അത് വലിയ രീതിയിൽ മനുഷ്യരുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങി അതിൻ്റെ പ്രതിഫലനം ഇലക്ഷനിൽ സംഭവിച്ചു എന്ന് മനസ്സിലായി. കാരണം ഈ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇലക്ഷനോടനുബന്ധിച്ചുള്ള പ്രചാരണങ്ങളൊക്കെ തുടങ്ങിയ സമയത്ത് തന്നെ ഈ പാട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലയടിക്കുന്നുണ്ട്. ആ സമയത്ത് സഖാക്കളൊക്കെ കേട്ടിട്ടുള്ളതാണ്, ഇവിടുത്തെ പോലീസുകാർ കേട്ടിട്ടുള്ളതാണ്. പക്ഷെ എന്നാലും ഒന്നും പ്രശ്നമൊന്നും ഉണ്ടായില്ല, ആരുടെയും മതവികാരം വ്രണപ്പെട്ടില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ടും വന്നപ്പോഴാണ് പെട്ടെന്ന് മതവികാരം അങ്ങ് വ്രണപ്പെട്ടത്. ഏതായാലും വല്ലാത്തൊരു വ്രണപ്പെടലായിപ്പോയി. ഇന്നീ കേരളം തൂലച്ചിടും ഭരിച്ചിടും പിണറായി വിജയൻ എന്ന സഖാവിനു 100 കോടി അഭിവാദ്യങ്ങൾ. ഇതൊരു തിരുവാതിര പാട്ടായിട്ടൊരു മെഗാ ഷോ നടത്തിയായിരുന്നല്ലോ. അപ്പോൾ തിരുവാതിര കളിയെ പരിശുദ്ധമായിട്ട് ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ വളരെയധികം ആചാരാനുഷ്ഠാനങ്ങളോടെ ഇപ്പോഴും ധനുമാസത്തിൽ കൊണ്ടാടുന്ന തിരുവാതിരയെ മോശമാക്കി എന്ന് പറഞ്ഞ് അപ്പോൾ ഹിന്ദു വികാരം അങ്ങനെ വ്രണപ്പെട്ടു എന്നും പറഞ്ഞ് ആരെങ്കിലും ഇറങ്ങി തിരിച്ചാൽ അതിനോട് സഹകരിക്കുമായിരിക്കും അല്ലേ? പരമശിവനും പാർവതിയും ഒക്കെ ഉൾപ്പെടുന്ന ഐതിഹ്യവുമായി ബന്ധപ്പെട്ടാണത്രേ തിരുവാതിര കളിയൊക്കെ ഇവിടെ വന്നത്. അപ്പോൾ അതിനൊക്കെ ചില അനുഷ്ഠാനങ്ങളുമായിട്ട് ഈ പറഞ്ഞ രീതിയിൽ സമ്പ്രദായങ്ങളുമായിട്ടൊക്കെ ബന്ധമുണ്ട്, അതവിടെ നിൽക്കട്ടെ. ചില സമയത്ത് മാത്രമേ നമുക്ക് ഈ വ്രണപ്പെടലുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ മറ്റ് സമയങ്ങളിലെല്ലാം ആവിഷ്കാര സ്വാതന്ത്ര്യം അത് സംരക്ഷിക്കപ്പെടും. അതുകൊണ്ടല്ലേ ഇവിടെ ചുരുളി സിനിമ ഇറങ്ങിയ സമയത്ത് ഹൈക്കോടതിയിൽ ഒരു ഹർജി പോയി അത് റിലീസ് ചെയ്യരുത്, മുഴുവൻ അസഭ്യമാണ്, പച്ച തെറിയാണെന്ന്. അപ്പോൾ കോടതി പോലീസിൻ്റെ അഭിപ്രായം ആരാഞ്ഞു, ആ തീരുമാനത്തിന് വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് DGP ആയിരുന്ന ആൾ പറഞ്ഞത് എന്താണെന്നറിയോ? ഒരു സിനിമ അത് കാണേണ്ടവർക്ക് കാണാം, കാണണ്ടാത്തവർക്ക് കാണാതിരിക്കാം, അതൊക്കെ ഒരു കലാരൂപമല്ലേ, അത് അതിൻ്റെ സെൻസിലെടുത്താൽ പോരെ. പോട്ടെ, ഇവിടുത്തെ മുഖ്യ ആവിഷ്കാര സ്വാതന്ത്ര്യവാദി തന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? ചലച്ചിത്രമേളയിൽ ഒരു സിനിമാ പ്രദർശനത്തിന് പോലും ഒരു ഇഷ്യൂ വന്നപ്പോൾ ഇവിടെ എല്ലാം പ്രദർശിപ്പിക്കും. കേന്ദ്ര സിനിമകൾ സെൻസർ ചെയ്യുന്ന സമയത്ത് പോലും ഒന്നും വെട്ടേണ്ട ഒരാവശ്യവും ഇല്ല, അതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യ, ഒരു കലാരൂപമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ നിസാര ഒരു പാരഡിയെ പേടിച്ച് അതാണ് പറഞ്ഞത്. ഇമ്മാതിരി തിരുത്തലുകളുമായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം, എങ്കിലേ അടുത്ത പ്രാവശ്യം നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ ഉണ്ടേ. മറ്റൊരു ബഹുകുത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യവാദി ഒന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും വേണമെന്നുള്ള അഭിപ്രായമാണ് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിലുള്ളത്. അതിനൊരു ഉദാഹരണമായിട്ട് ഈ പാരഡി ഗാനത്തെ അതിൻ്റെതായിട്ടുള്ള ഒരു സെൻസിലെടുത്തത് നമുക്ക് പറയാം. ഒരുപോലെ ശ്രീ ശാസ്താവിനെയും ഗണപതി ഭഗവാനെയും അതുപോലെ ആറ്റുകാൽ ദേവിയൊന്നും കളിയാക്കിക്കൊണ്ടുള്ള പാട്ടൊന്നും ഇടതുപക്ഷം ചെയ്തിട്ടില്ല. അത് കറക്റ്റാ കേട്ടോ. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് യാതൊരുവിധ പോക്കൃതരങ്ങളും കാണിച്ചിട്ടില്ല. പിന്നെ ശബരിമലയിൽ ഇടതുപക്ഷം യാതൊരു വിധത്തിലുള്ള മോശം കാര്യങ്ങളും ചെയ്തിട്ടേ ഇല്ലെന്ന് ആലോചിച്ചിട്ടേ ഇല്ല എന്നുള്ള കാര്യം കോടതി വരെ ശരിവെച്ചിട്ടുണ്ട്. ഹൃദയകക്ഷം അങ്ങനെയൊക്കെ ചെയ്യുവാണ്, ഞങ്ങൾക്കറിയാത്തതാണോ? എന്ത് പരിപാവനമായ നിയമസഭയെ പോലും എന്നും പൂവിട്ട് പൂജിക്കാൻ തക്ക വിധത്തിൽ ഒരു സഞ്ചി പൂവായിട്ട് വരുന്ന ബഹുകുത്ത് വിദ്യാഭ്യാസ മന്ത്രി ഇത് പറയുമ്പോൾ ഞങ്ങൾക്കതെല്ലാം വിശ്വാസമാണ്, ഞങ്ങളിതൊക്കെ നേരെ കണ്ടിട്ടുള്ളതാണ്. നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത മറ്റവരെ പോലുള്ള ഒരുമാതിരി തേർഡ് റേറ്റ് പരിപാടിയൊന്നും കാണിക്കത്തില്ലെന്ന് നമുക്കറിയാം. ആവിഷ്കാര സ്വാതന്ത്ര്യം അതിൻ്റെ പൂർണ്ണതയിൽ എങ്ങനെ ഒരാൾക്ക് പ്രകടിപ്പിക്കാം എന്നുള്ളത് ഡെസ്കിൻ്റെ മുകളിൽ നിന്ന് കേരള ജനതയെ കാട്ടിക്കൊടുത്ത, ഒരു മറയുമില്ലാതെ തുറന്നു കാട്ടിക്കൊടുത്ത അണ്ണനാണ് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റി സംസാരിക്കാൻ കുറച്ചുകൂടി ഫിറ്റായിട്ടുള്ള ആള്. പാരഡി ഗാനങ്ങൾ ഉണ്ടാവാറുണ്ട് ധാരാളം. അതിന് തന്നെ ഒരു പ്രത്യേക ഒരു സ്പേസ് നമ്മുടെ കേരളത്തിൽ ഉണ്ട്. മനസ്സിലായില്ലേ? പാരഡി ഗാനത്തിന് കൊടുത്തിരിക്കുന്ന പ്രത്യേക സ്പേസിൽ പെടുന്നതാണ് മെഗാ ഷോയും
പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇറക്കാറുള്ള ആ ഒരു വാഴ്ത്തു പാട്ടുകളുമൊക്കെ. ഇനി ഗരുഡനെയും കഴുകനെയും ഒക്കെ അപമാനിച്ചു എന്ന് പറഞ്ഞ് അല്ല ഓരോരുത്തരോടൊക്കെ ഉപമിച്ചതിനെ അവതങ്ങളെ അപമാനിക്കുന്ന തരത്തിലായി പോയി എന്നും പറഞ്ഞ് മൃഗസംരക്ഷണ പ്രവർത്തകരൊക്കെ എപ്പോൾ ഇറങ്ങും എന്ന് അറിഞ്ഞുകൂടാ, ഒന്ന് സൂക്ഷിച്ചു. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെയോ ഒരു കാരണവശാലും വേദനപ്പെടുത്താൻ വേണ്ടി പാടില്ല. ഇനി ഒരു ഡയലോഗും കൂടെ പറഞ്ഞ അണ്ണം കരയുമെന്ന് തോന്നുന്നു. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതോ അപമാനിക്കുന്നതോ ആയിട്ടുള്ള പ്രവൃത്തികളും ഭാഷകളും നീക്കങ്ങളും ഒന്നും അവരുടെ ഒന്നും ഭാഗത്തു നിന്നും ഉണ്ടാകാറില്ല. പാരഡി ഗാനം എന്ന് പറഞ്ഞാൽ എന്താണ്? കവിത അല്ലേ? അപ്പോൾ പ്രാസവും വൃത്തവും ഒക്കെ ഒപ്പിച്ച് നല്ല നല്ല കവിതകൾ എഴുതി നാട്ടുകാരെ ചൊല്ലിക്കേൾപ്പിക്കുന്നതാണ് പാരഡി. അല്ലാതെ കൃത്യമായിട്ട് നടക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങളെ വിമർശിക്കാനോ പരിഹസിക്കാനോ തന്മയത്വത്തോടു കൂടി നല്ല രീതിയിൽ അത് അവതരിപ്പിക്കാനോ ഒന്നും അല്ല പാരഡി ഗാനങ്ങൾ ഉപയോഗിക്കുന്നത്. ആരാധന നടത്തുവാനും ഒക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു. കേരളത്തിൽ പ്രത്യേകിച്ച് അത് നല്ല പരിഗണനയാണ് കൊടുക്കുന്നത്. ഇന്ത്യയായിട്ട് എപ്പോൾ ചേർത്ത് പറഞ്ഞാലും പ്രത്യേകിച്ച് കേരളത്തിൽ ഇന്ത്യയിലെ ബാക്കിയുള്ള ഇടങ്ങളെക്കാൾ കൂടുതൽ ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം സമയം പോലും സർക്കാർ അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സർക്കാർ ജോലിക്കാരൊക്കെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ ലേറ്റായിട്ട് ഓഫീസിൽ വന്നാൽ പോലും സമ്മതിച്ചു കൊടുക്കും. അത്രയും പ്രാർത്ഥനയ്ക്കും ഭക്തിക്കും ആരാധനയ്ക്കും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ്. ഇതിനെക്കുറിച്ചൊക്കെ അങ്ങ് വാചാലരാകുകയാണല്ലോ നമ്മുടെ സഖാക്കൾ എന്നാലോചിക്കുമ്പോഴോ. ഇപ്പം ഈയിടെയായിട്ട് ദൈവം, പ്രാർത്ഥന, ഭക്തർ, ഭക്തവികാരം, ഋണം എവിടെ ചെന്ന് നിൽക്കും? ദൈവത്തിന്റെ നാട്ടുകാരുടെ ഈ അനുഗ്രഹങ്ങളെല്ലാം കൂടെ വാങ്ങിച്ചുകൊണ്ട് വെക്കാനുള്ള സ്ഥലം എവിടെ ഇരിക്കുന്നെണ്ണ? സമൂഹം വിശ്വസിക്കുന്ന ഒരു ദൈവത്തിനെ, മൂർത്തിയെ കളിയാക്കുകയോ ചെയ്യുന്ന നിലയിൽ മൂർത്തി എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ചല്ലോ, പകരം പദങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയല്ലോ. പുരോഗമനമുണ്ട്. അല്ല, ഇപ്പം ആരുടെ വിശ്വാസത്തിൽ ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് അയാളുടെ വിശ്വാസം വ്രണപ്പെട്ടതായിട്ടുള്ള ഒരു സംഭവം ഇത് പറഞ്ഞു കേട്ടില്ല? ഈ പരാതി കൊടുത്ത ആള് പോലും അതിൽ അയ്യപ്പ എന്നുള്ള ഒരു വിളി അത് ഒഴിവാക്കാമായിരുന്നു, അത് വേണ്ടായിരുന്നു എന്ന രീതിയിലാണ് പരാതി തന്നതെന്നാണ് കേട്ടത്. പക്ഷെ പോലീസ് ആ കേസിനെ പരമാവധി പൊലിപ്പിച്ചിട്ടുണ്ട്. മതസ്പർദ്ധയാണിപ്പോൾ. അപ്പം കേസെടുത്താൽ ജയിലിൽ അടയ്ക്കാനുള്ള വകുപ്പുണ്ടല്ലേ? നിങ്ങളെ കൊണ്ടേ ഇതൊക്കെ പറ്റുള്ളൂ. സമൂഹത്തിന് വേദന ഉണ്ടാകുന്ന രൂപത്തിലുള്ള ഒരു പാർട്ടി കാരണം നമുക്കത് അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്ന കാര്യമല്ല. അല്ലണ്ണോ, സമ്മതിച്ച് നിങ്ങളുടെ ആത്മാർത്ഥതയൊക്കെ അംഗീകരിച്ചു കേട്ടോ. പക്ഷെ നിസാര ഒരു പാരഡിയുടെ പേരിൽ ഇത്രയും ഭക്തജനങ്ങളുടെ വികാരത്തെയൊക്കെ നിങ്ങൾ പരിഗണിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്കത് വല്ലാതെ വേദനിക്കുന്നുണ്ടല്ലോ. അപ്പോൾ സ്വർണം കട്ട സമയത്ത് ഇങ്ങനെ വന്ന് എന്ന് പറയാതിരുന്ന എന്താ? ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവന്മാർ കുറേ എണ്ണങ്ങൾ എല്ലാം കൂടെ ചേർന്ന് ശബരിമലയിൽ കയറി മോഷണം നടത്തി, അതിൻ്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ട് ഇപ്പോൾ ഭക്തർക്ക് മനസ്സിലുണ്ടെന്നറിയാം, ക്ഷമ ചോദിക്കുന്നു, നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ലായിരുന്നു എന്ന് ഒരാളുടെയും വാ കൊണ്ട് പറയാതിരുന്ന എന്താ? അപ്പം അടിത്തറയോടെ മാന്തി ഇങ്ങ് എടുക്കാം. അത് പറഞ്ഞൂടല്ലേ? അത് പറഞ്ഞാൽ കേസുണ്ടാക്കും. ഇപ്പോൾ ക്ലിയറായി. അപ്പോൾ അണ്ണാ ഇനി പറയണം കേട്ടോ, മുഖ്യ ആ നിലപാടുകാരൻ്റെ അടുത്ത് പറയണം, ഇനിയും ഇത്തരം തിരുത്തലുകൾ, ശരിയായ തിരുത്തലുകളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ആദ്യ തിരുത്ത് കിഡില്ല. അപ്പോൾ ഇതുപോലുള്ള തിരുത്തലുകൾ ഇനിയും കൊണ്ടുവരണേ. കാരണം ഇനി കുറച്ച് ആളുകൾക്കും കൂടെ ഒരു ചെറിയ വെളിവുണ്ടാകാനുണ്ട്. അപ്പോൾ അവരും കൂടെ ഇതോടെ റെഡിയാവും. പിന്നൊരു കാര്യം, ഇങ്ങനെ ഈ പാട്ട് കേസ് പോറ്റി കയറ്റി ഇറക്കി എന്നൊക്കെ പറഞ്ഞ് ആ പാട്ട് കേൾക്കാത്ത ആളുകളും കൂടെ കുറച്ചാളും കൂടെ ഉണ്ടായിരുന്നു കേൾക്കാൻ. അവരും കൂടെ കേട്ടിട്ടുണ്ട്. പാട്ടിന് മാക്സിമം പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം എല്ലാവരുടെയും മനസ്സിൽ ആ വരികൾ ഉറച്ച്. ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് മൊത്തത്തിൽ മെറ്റേ അത് നീക്കം ചെയ്താൽ പോലും മനുഷ്യരുടെ ഒന്നും മനസ്സിൽ നിന്ന് നീക്കാൻ പറ്റത്തില്ല. അതിന് മെറ്റേ കൊണ്ട് പറ്റത്തില്ലല്ലോ. ആ ഒരു കാര്യത്തിനും പ്രത്യേകം നന്ദി.